ഇതുവരെ ഇസ്രയേൽ ഒഴിവാക്കിയിരുന്ന ആ യുദ്ധമാണ് ഇറാനെതിരെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 4 പട്ടാള ജനറൽമാരെയും ഒറ്റയടിക്ക് നഷ്ടമായ ഇറാൻ ഇസ്രയേലിന് എങ്ങനെ മറുപടി നൽകും എന്നാണ് ലോകം ആശങ്കയോടെ നോക്കിക്കാണുന്നത്. ഇറാന്റെ ആണവ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരായി കണക്കാക്കുന്ന 2 ശാസ്ത്രജ്ഞരും ഒറ്റ ദിനം കൊണ്ടാണ് ഇല്ലാതായത്. നാല് ജനറൽമാർ, 2 ന്യൂക്ലിയർ ശാസ്ത്രജ്ഞർ, പിന്നെ ഏറെ സ്വാധീനമുള്ള നേതാവ്. ഇത്രയും പേരുടെ മരണമാണ് ഇറാനിൽ സ്ഥിരീകരിച്ചത്. മണിക്കൂർ 1 തികയും മുൻപ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി അവർക്ക് പകരക്കാരെയും നിയമിച്ചു. പക്ഷേ ഇസ്രയേലുമായി പൂർണ്ണ യുദ്ധത്തിനിറങ്ങാൻ ഈ പകരക്കാർക്ക് കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. മേഖലയിൽ സൈനികമായി ഏറ്റവും സുശക്തരായ 2 രാഷ്ട്രങ്ങളാണ് ഇസ്രായേലും ഇറാനും. ഒളിപ്പോരുകളല്ലാതെ മുഖാമുഖം സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതി ഒഴിവാക്കുകയായിരുന്നു 2 രാജ്യങ്ങളും. കഴിഞ്ഞ വർഷം ഇരു രാഷ്ട്രങ്ങളും ആദ്യമായി ഏറ്റുമുട്ടിയപ്പോൾ പോലും പൂർണ്ണ യുദ്ധമാകാതെ ഒഴിഞ്ഞുമാറിയത് ഇസ്രായേലായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ നീക്കം ഇറാന്റെ ആത്മവിശ്വാസം തകർക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. മേജർ ജനറൽ മുഹമ്മദ് ബാഖേരി, അയത്തുള്ള ഖമനേയി കഴിഞ്ഞാൽ 2ാമത്തെ കമാൻഡർ, ഇസ്രായേൽ ഇല്ലാതാക്കിയ ഏറ്റവും പ്രമുഖൻ. മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസേവിയെയാണ് ആ സ്ഥാനത്തേക്ക് പകരം നിയമിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 2ാമത്തെയാൾ ജനറൽ ഹൊസൈൻ സലാമി. റവല്യൂഷണറി ഗാർഡിൽ പകരം മേധാവിയായി നിയമിച്ചിരിക്കുന്നത് മുഹമ്മദ് പാക്പൌറിനെ. 3ാമത്തെ ജനറൽ ഖൊലാം അലി റഷീദും വ്യോമ മേധാവി ജനറൽ ആമിർ അലി ഹാജി സാദയും കൊല്ലപ്പെട്ടു. ഇവരെ കൂടാതെ ഇറാനിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായ അലി ഷംഖാനിയും ഇല്ലാതായി. ഇറാന്റെ ആണവ ചർച്ചകളുടെ മേൽനോട്ടം ഷംഖാനിക്കായിരുന്നു. 2 ആണവ ശാസ്ത്രജ്ഞരും അതേ ദിനം ഇല്ലാതായി. ഫൊറേദൌൺ അബ്ബാസി, മുഹമ്മദ് മെഹദി ടെഹ്റാൻജി എന്നിവർ. ഹമാസിനെതിരെ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇറാനെതിരെയും ഇസ്രായേൽ നടപ്പാക്കുന്നത്. നേതാക്കളെ ആദ്യം തന്നെ ഇല്ലാതാക്കുക എന്ന നയമാണ് ഗാസയിൽ നടപ്പാക്കിയത്. ലെബനനിലും സിറിയയിലും നടന്നതും അതുതന്നെയാണ്. ഇറാനെതിരെ യുദ്ധം ജയിച്ചാൽ ഇസ്രായേലിൽ സുദീർഘകാലം വാഴാമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കണക്കുകൂട്ടൽ. അത്തരമൊരു യുദ്ധം അപകടകരമാണെന്നറിയുമ്പോൾ തന്നെ അനിയന്ത്രിതമായ അധികാരക്കൊതിയാണ് ആ നീക്കത്തെ നയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.